ശ്രീ നിതിൻ കണിച്ചേരി, ഇവിടെ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. അതായത് പാലക്കാട്ട് എന്നെ എന്ത് ദൗത്യത്തിനാണോ നിയോഗിച്ചത് ആ ദൗത്യത്തിന്റെ വിജയകരമായ പൂർത്തീകരണത്തിന് ശേഷം അതിന്റെ തുടർച്ചയിൽ മോദി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ സംഘരാഷ്ട്രീയത്തിനെതിരായ ദൗത്യം തന്നെയാണ് വടകരയിലും എനിക്ക് ചെയ്യാനുള്ളത്. കെ മുരളീധരൻ പറയുന്നത് ഇ പി ജയരാജൻ പറഞ്ഞ പോലെ കേരളത്തിൽ മത്സരം അല്ലെങ്കിൽ മിക്ക മണ്ഡലങ്ങളിലും മത്സരം LDF-ഉം BJP-യും തമ്മിലാണെന്നല്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ 3ാം സ്ഥാനത്താക്കലാണ് ലക്ഷ്യം എന്ന് പറയുകയാണ്. ഇപ്പോൾ ഒരുപാട് മുഖ്യമന്ത്രിമാരുടെ ഒരുപാട് നേതാക്കളിലൊക്കെ BJP-യിലേക്കുള്ള കുഴിഞ്ഞുപോക്കിനിടയിലും പത്മജയുടെ തന്നെ BJP-യിലേക്ക് പോക്കിനിടയിലും ഉണ്ടായ വിശ്വാസരാഹിത്യത്തെ ഒരൊറ്റ നീക്കത്തിലൂടെ ചെറുക്കാൻ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞോ ശ്രീ നിതിൻ കണിച്ചേരി? കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിൽ വലിയ പരിഭ്രാന്തിയിലാണ്. കോൺഗ്രസ് മിക്ക മണ്ഡലങ്ങളിലും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്ന ആശങ്കയിൽ നിന്ന്, കോൺഗ്രസിൻ്റെ പരിഭ്രാന്തിയിൽ നിന്ന് രാഷ്ട്രീയമായി കോൺഗ്രസ് അകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന കൈകാലിട്ടടിക്കലാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത്. വടകരയിൽ കെ മുരളീധരന് ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക പോയിട്ട് ഒരു നല്ല പെർഫോമൻസ് പോലും കാഴ്ചവെക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് പറിച്ചു നിർന്നത്. ഇത് തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തെ പറിച്ചു നിർന്നു എന്ന് മാത്രമല്ല, പാലക്കാട്ട് നിന്ന് ഷാഫി പറമ്പലിനെയാണ്. അങ്ങനെയാണെങ്കിൽ TN പ്രതാപൻ എന്താ മോശമായിട്ടുള്ള ആളാണോ? നിങ്ങളീ പറയുന്നത് പോലെ ഇപ്പോൾ കെ മുരളീധരനെ തൃശ്ശൂരിലെ ലെഗസിയും പാരമ്പര്യവും കരുണാകരൻ്റെ പാരമ്പര്യവും ഒക്കെ സംരക്ഷിക്കാനാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങളത്ര സുഗമമായി ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വടകരയിലേക്ക് TN പ്രതാപനെ മാറ്റാലോ. അപ്പം അങ്ങനെയല്ല, കോൺഗ്രസ് ഇവിടെ അകപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയമായൊരു വലിയ കുഴിയുണ്ട്. ആ കുഴി എന്ന് പറയുന്നത് ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ഇപ്പോൾ ഹാഷ്മി പറയുന്നത് പോലെ സർജിക്കൽ സ്ട്രൈക്കല്ല, പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു നീക്കമല്ല. ഇപ്പോഴെങ്കിലും പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇനി എത്ര ആളുകൾ കോൺഗ്രസിൽ അവശേഷിക്കുമെന്ന് AICC നേതൃത്വത്തിന് സംശയമുണ്ട്. ഇപ്പം തന്നെ ജീവിച്ചിരിക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ അപ്പുറത്തേക്ക് പോയി. ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മക്കൾ മാത്രമാണ് കോൺഗ്രസിനോടൊപ്പം എന്ന്, ഒരാൾ MLA ആയതുകൊണ്ട് കുറച്ചു കാലം കൂടി നിൽക്കും എന്ന് നമുക്ക് കരുതാം. എത്ര ആളുകൾ വിട്ടുപോകും എന്നറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ വളരെ പരിഭ്രാന്തപ്പെട്ടുകൊണ്ട് കിട്ടുന്നത് പോലെ ഒരു പാനൽ തയ്യാറാക്കി ഞങ്ങളിതാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി എന്ന് വരുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിലുമേറെ കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോകും. ഇപ്പോൾ തന്നെ പത്മജ തന്നെയാണ് പറഞ്ഞത്, BJP-യിലേക്ക് പോയപ്പോൾ ഞാൻ മാത്രമല്ല ഇനിയും ഒരുപാട് ആളുകൾ വരാൻ നിൽക്കുന്നു എന്ന് പത്മജയാണ് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ പാരമ്പര്യം നോക്കിയാൽ മുഖ്യമന്ത്രിമാരായിരുന്ന 11 ആളുകൾ കോൺഗ്രസ് വിട്ട് BJP-യിലാണ്. ഇപ്പോൾ ഇവിടെ വലിയ BJP-യുടെ ശ്രീ B ഗോപാലകൃഷ്ണനുമായി വലിയ യുദ്ധം നടത്തിയിട്ടുള്ള VT ബൽറാമൊക്കെ രാഹുൽ ബ്രിഗേഡ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ രാഹുൽ ബ്രിഗേഡിലെ അന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഹുലിൻ്റെ വലങ്കയായി നിന്നിരുന്ന ആളായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. ഇന്ന് എവിടെയാണ് ബൽറാം? കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിലാണ്. UP-യുടെ മുഖ്യമന്ത്രിയായിരുന്നു നാരായൺ റാണെ. ഇന്ന് എവിടെയാണ്? മോദി മുഖ്യമന്ത്രിയാണ്. അശോക് ചവാൻ മഹാരാഷ്ട്രയിൽ ഏറ്റവും ഒടുവിലായി പോയി. ഇപ്പോൾ കോൺഗ്രസിൻ്റെ MLA-മാരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവരല്ല. മനുഷ് അഭിഷേക് സിംഗ്വി എന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് 40 MLA-മാരുള്ള ഹിമാചലിൽ രാജ്യസഭയിലേക്ക് മത്സരിച്ചപ്പോൾ 34 വോട്ടായി ചുരുങ്ങി. മനു അഭിഷേക് സിംഗ്വി പിറ്റേ ദിവസം പറഞ്ഞു, രാത്രി 11 മണിക്ക് എൻ്റെ കൂടെ അത്താഴം കഴിച്ച് മടങ്ങിപ്പോയവർ. ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ കേരളത്തിൽ BJP A++ മണ്ഡലമായി കാണുന്ന എന്താണ്? ആ തൃശ്ശൂരാണ്. ആ തൃശ്ശൂർ അവർ ജയിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ആരാണ്? സുരേഷ് ഗോപിയാണ്. ആ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അവിടെ നിയോഗിക്കുകയാണ്. എന്താണ് പത്മജ ക്യാമ്പ് മാറിയ പശ്ചാത്തലത്തിൽ കൂടി അതിന് ആത്മാർത്ഥ ചോദ്യം ചെയ്യാം. വളരെ പേടിച്ചോടിയെന്ന് പറയാമോ? അങ്ങനെയാണോ ഹാഷ്മി അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? കെ മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ എല്ലാ സമയത്തും രാഷ്ട്രീയമായി പരാജയപ്പെട്ടിട്ടുള്ള ആളാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ രാശി കൊണ്ടൊന്നുമല്ല, രാഷ്ട്രീയമായി പരാജയപ്പെട്ടിട്ടുള്ള ആളാണ്. VV രാഘവനോട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ട ആളാണ്. അതിനു മുമ്പ് മന്ത്രിയായിരിക്കെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ട് പരാജയപ്പെട്ട ഒരേ ഒരാളാണ് കെ മുരളീധരൻ സമീപകാലത്ത്. അതും കോൺഗ്രസിൻ്റെ ഏറ്റവും കുത്തക മണ്ഡലമായ വടക്കാഞ്ചേരിയിൽ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയായിട്ടാണ് TN പ്രതാപൻ ഇതിനേക്കാൾ മത്സരം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു. തൃശ്ശൂർ മണ്ഡലത്തിലെ തീരദേശ മേഖലകൾക്കകത്ത് വലിയ സ്വീകാര്യനായ നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ആളായിരുന്നു TN പ്രതാപൻ. ആ TN പ്രതാപനെ മാറ്റി കെ മുരളീധരനെ കൊണ്ടുവരുന്നത് ഞാൻ സംശയിക്കുന്നത്
തൃശ്ശൂരിലെ BJPക്ക് കോൺഗ്രസിന്റെ നിർണായകമായ പോക്കറ്റുകളിൽ നിന്ന് വോട്ട് മറിച്ചു കൊടുക്കാനാണ്. പിന്നെ നിങ്ങൾ മുരളീധരനെ പോലെയുള്ള ആളെന്ന് രാഷ്ട്രീയ കേരളത്തിൽ പറയുന്ന ഒരു വാക്കും ജനം മുഖവിലേക്ക് എടുക്കും എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹം DIC-യിലായിരുന്ന കാലത്ത് അഹമ്മദ് പട്ടേൽ എന്ന വലിയ കോൺഗ്രസിന്റെ നേതാവിനെ ഞങ്ങളാരും അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ടില്ല. ആ ആക്ഷേപിച്ചിട്ടുള്ള ആളാണ് മുരളീധരൻ. ഞാനിനി ജീവനുണ്ടെങ്കിൽ ഈ കോൺഗ്രസിനൊപ്പം ഇല്ല എന്ന് തൃശ്ശൂരിലും തിരുനക്കര മൈതാനത്തും പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. ആ മുരളീധരൻ BJPക്ക് എതിരായ സ്ഥാനാർത്ഥിയല്ല. മാത്രമല്ല ഞാൻ സംശയിക്കുന്നത് സഹോദരി പോയ അതേ റൂട്ടിൽ പോകാനാണ് മുരളീധരൻ തയ്യാറെടുക്കുന്നത്. അതിനുവേണ്ടി BJPക്ക് കുറച്ച് വോട്ട് മറിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. വർഗീയമായ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി മുരളീധരന്റെ ഇന്നലത്തെ ചോട്ട് കിട്ടുമോ വടകരയിൽ എന്ന് നോക്കിയാണ് ഷാഫി പറമ്പിലിനെ കൊണ്ടുപോകുന്നത്.